ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നമ്മൾ അടുത്ത് നോക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. അതിൽ മെയിൻലി ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസിന്, അതേപോലെ തന്നെ പ്രൊഫഷണൽ ഇമ്പോർട്ടൻസ്, സോഷ്യൽ ഇമ്പോർട്ടൻസ്, ദെൻ നാഷണൽ ഇമ്പോർട്ടൻസ്. ഇങ്ങനെ 4 ഇമ്പോർട്ടൻസ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് നോക്കുന്നത് ഇമ്പോർട്ടൻസ് കൺസേൺഡ് വിത്ത് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ ആണ്. ഇൻഡിവിജ്വൽ ഓർഗനൈസേഷന് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് നോക്കാം. ഇൻഡിവിജ്വൽ ഓർഗനൈസേഷന് അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഒരു ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ ആകുമ്പോൾ അവർക്ക് റിക്രൂട്ട്മെന്റ്, അതായത് എംപ്ലോയീസിനെ കണ്ടെത്താൻ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ട്രെയിനിങ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാനായിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ എംപ്ലോയീസിനെ എല്ലാം കോപ്പറേറ്റ് ചെയ്ത് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ റിസോഴ്സിനെ പ്രോപ്പർ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഫ്യൂച്ചർ ടീം ഓഫ് എഫിഷ്യന്റ് കോമ്പിറ്റന്റ് വർക്കേഴ്സിനെ കണ്ടെത്താൻ, ഭാവിയിലേക്ക് നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താനും ഓർഗനൈസേഷനെ HR ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ ഇതുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ്. ദെൻ സെക്കൻഡ് വൺ പ്രൊഫഷണൽ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ആസ് എ പ്രൊഫഷൻ എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ്. ഒരു എംപ്ലോയിക്ക് അയാളുടെ മാക്സിമം ലെവലിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പല സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ലെവലിൽ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെൽത്തി റിലേഷൻഷിപ്പ് എംപ്ലോയീസുമായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, നല്ല റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രോപ്പർ അലോക്കേഷൻ ഓഫ് വർക്ക് എമംഗ് എംപ്ലോയീസ്. ആസ് എ പ്രൊഫഷൻ ഓരോരുത്തർക്കും എന്തൊക്കെ വർക്കാണ് ചെയ്യേണ്ടതെന്ന് പ്രോപ്പർ അലോക്കേഷൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്. ദെൻ എംപ്ലോയീസിന് ട്രെയിനിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതുകൊണ്ടുള്ള സോഷ്യൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോഷ്യൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയിൽ ഒരു ലേബറിന്റെ ഡിഗ്നിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് HRM ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ സ്യൂട്ടബിൾ പേഴ്സണ് സ്യൂട്ടബിൾ ജോബ് അവൈലബിൾ ആക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് അയാൾ പഠിച്ചതിലുള്ള അയാൾക്ക് ചെയ്യാൻ അറിയുന്ന ഒരു ജോലി കിട്ടുമ്പോൾ അയാൾ സാറ്റിസ്ഫൈഡ് ആകും. അപ്പോൾ അങ്ങനെ സ്യൂട്ടബിൾ പേഴ്സണ് സ്യൂട്ടബിൾ ജോബ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത് പറഞ്ഞു വെക്കുന്നത് ഈ ജോബിന് കറക്റ്റായിട്ടുള്ള കോമ്പൻസേഷൻ, കൃത്യമായിട്ടുള്ള കോമ്പൻസേഷൻ അവർക്ക് അവൈലബിൾ ആക്കുക. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുക. അല്ലെ, ഒരു സൊസൈറ്റിയിലാണ് ഓരോരുത്തരും ഉള്ളത്. അപ്പോൾ ആ സമൂഹത്തിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ലഭിക്കുക. അത് കോമ്പൻസേഷനിലൂടെയാണ് ബെറ്റർ ആയിട്ട് അവർക്ക് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ലഭിക്കുന്നത്. അപ്പോൾ അത് നൽകുന്നത് ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലൂടെയാണ് ഇത് അവൈലബിൾ ആകുക. ദെൻ ജോബും ജോബ് സീക്കേഴ്സും തമ്മിലുള്ള ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ജോബ് സീക്കേഴ്സ് ആൻഡ് ജോബ്സ് എന്ന് പറഞ്ഞാൽ ജോബ് അന്വേഷിക്കുന്ന തൊഴിൽ അന്വേഷകർ ഒരുപാടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് തൊഴിൽ ലഭ്യമാക്കുക. അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു എന്താ പറയുക, അവരാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ദെൻ ഹെൽത്തി ആൻഡ് സേഫ്റ്റി മെഷേഴ്സ്, എംപ്ലോയീസിന് എന്താ പറയുക സേഫ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് സോഷ്യൽ ഇമ്പോർട്ടൻസിൽ. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് നാഷണൽ ഇമ്പോർട്ടൻസ്. നാഷണൽ ഇമ്പോർട്ടൻസിൽ മെയിനായിട്ട് ഇത്രയും പറയുന്നത്, അതായത് ഒരു നാഷന്റെ ഇക്കണോമിക് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഒരു ഓർഗനൈസേഷനിലെ ജോലിക്കാരെ എടുക്കുകയും അവർക്ക് ശമ്പളം കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഓരോ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു നാഷന്റെ GDP ഡെവലപ്പ് ചെയ്യാനും ഓരോരുത്തരുടെയും പേഴ്സണൽ ഇൻകം ഇൻക്രീസ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ് നാഷണൽ ഇമ്പോർട്ടൻസ് പറയുന്നത്. So all these are the importance. Next we can see about objectives of human resource management. എന്തൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒബ്ജക്റ്റീവ്സിനെ മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് രണ്ട് രീതിയിലാണ്, ജനറൽ ഒബ്ജക്റ്റീവ്സ് എന്നും സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് എന്നും. സോ ഫസ്റ്റ് വി ക്യാൻ സീ അബൌട്ട് ജനറൽ ഒബ്ജക്റ്റീവ്സ്. ജനറൽ ഒബ്ജക്റ്റീവ്സിൽ 3 എണ്ണമാണ് മെയിൻ ആയിട്ട്. ഒപ്റ്റിമം ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ്, ക്രിയേഷൻ ഓഫ് ഗുഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ദെൻ മോൾഡിംഗ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ടു അച്ചീവ് മാക്സിമം പ്രൊഡക്ഷൻ. So first we can see about optimum individual development. ഓരോ എംപ്ലോയിക്കും മാക്സിമം ലെവലിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനെയും കുറിച്ച് മനസ്സിലാക്കി അവരുടെ ക്യാരക്ടർ, അവരുടെ ബിഹേവിയർ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവർക്ക് ഏത് ജോലിയാണ് ഏറ്റവും സ്യൂട്ടബിൾ, അതിലെങ്ങനെയൊക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ഓരോ ഇൻഡിവിജ്വലിനും മാക്സിമം ലെവലിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് HRMന്റെ ഫസ്റ്റ് ജനറൽ ഒബ്ജക്റ്റീവ്.
സെക്കൻഡ് എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് ഗുഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആണ്. സോ വിത്തിൻ ദ ഓർഗനൈസേഷൻ എംപ്ലോയി എംപ്ലോയർ തമ്മിലും വർക്കേഴ്സ് എമംഗ് വർക്കേഴ്സും ഗുഡ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുക. അത് HRMന്റെ സെക്കൻഡ് ജനറൽ ഒബ്ജക്റ്റീവ്. Then third one is molding of human resource to achieve maximum production ആണ്. So within the organization the most important asset is the human resource. നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലേബർ ആണ്. വിത്തൗട്ട് ലേബർ അതർ റിസോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. സോ ഓൺലി വിത്ത് ദ പ്രസൻസ് ഓഫ് ദിസ് ലേബർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് ബാക്കി കാര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ് മോൾഡിംഗ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ടു അച്ചീവ് മാക്സിമം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരിലൂടെയാണ് മാക്സിമം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ് മാക്സിമം ലെവൽ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഓൾ ദീസ് ആർ ദ ജനറൽ ഒബ്ജക്റ്റീവ്. Then next we can see about specific objective. Specific objective പറഞ്ഞു വെച്ചിരിക്കുന്നത് first one is that selection of right type of individual for the right job. HRM എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് is to select the right person for the right job ആണ്. അപ്പോൾ ഏറ്റവും കൃത്യമായിട്ടുള്ള ആളെ കൃത്യമായ ജോബിന് സെലക്ട് ചെയ്യാം. Second one is the provision for training facility. So after selecting an individual, training is to be given to that person. അപ്പോൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ കാരണം ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള HRMന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ പ്രൊവിഷൻ ഓഫ് ഓറിയന്റേഷൻ ടു ന്യൂ എംപ്ലോയീസ്. അടുത്തത് പുതിയ ആൾക്കാർ വരുമ്പം ആ സ്ഥാപനത്തെക്കുറിച്ചോ അതിൻ്റെ ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും പുതിയതായിട്ട് വരുന്നവർക്ക് അറിയില്ല. അപ്പോൾ അതിന് അവർക്ക് ഓറിയന്റേഷൻ കൊടുക്കണം. അപ്പോൾ അതിനുള്ള പ്രൊവിഷൻ HRM ആണ് നൽകുന്നത്. ദെൻ അപ്പം പുതിയ എംപ്ലോയീസിന് ഓർഗനൈസേഷനെ പറ്റി, അവിടുത്തെ എല്ലാ ഫെസിലിറ്റിയെ പറ്റി, അവിടുത്തെ എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓറിയന്റേഷൻ. അത് പുതിയ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യാം. പ്രൊവിഷൻ ഓഫ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് ഫെസിലിറ്റീസ്. വർക്ക് ചെയ്യാനായിട്ട് നല്ല സിറ്റുവേഷൻ ഉണ്ടെങ്കിലാണ് എംപ്ലോയീസിന് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനായിട്ട് അവർക്ക് ആവശ്യമുള്ള ഗുഡ് അറ്റ്മോസ്ഫിയർ, അതേപോലെ തന്നെ എന്താ പറയുക ക്ലീൻ ആയിട്ടും വെന്റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള പ്ലേസിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് കൊടുക്കണം. ദെൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫെയർ വേജസ്, ഗുഡ് സാലറി, അഡ്മിനിസ്ട്രേഷൻസ് ആൻഡ് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യണം. വർക്ക് ചെയ്തു അപ്പോൾ അതിനനുസരിച്ചുള്ള സാലറിയും കാര്യങ്ങളൊക്കെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യണം. എക്സ്ക്യൂസ് മീ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ പ്രൊവിഷൻ ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. അപ്പം ഇതിനകത്ത് ഒരു ജോലി ഒരാൾ അയാളുടെ ആയുസ് മുഴുവനും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിനുശേഷം അയാൾക്ക് പിന്നെ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അതിനുള്ള ഒരു പ്രൊവിഷൻ ഓർഗനൈസേഷൻ കീപ്പ് ചെയ്യുക. അത് ഇത് HRMന്റെ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവാണ്. അതായത് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻ വിത്ത് ട്രേഡ് യൂണിയൻ. ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസിന് വേണ്ടി നിലവിലുള്ളതാണ് ട്രേഡ് യൂണിയൻ, ലേബർ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓർഗനൈസേഷൻ ട്രേഡ് യൂണിയനുമായിട്ട് എപ്പോഴും നല്ല റിലേഷൻ ക്രിയേറ്റ് ചെയ്യണം. അത് എൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന് ജോലി ചെയ്ത് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അനുഭവപ്പെടാനായിട്ട് സാധിക്കണം. അപ്പോൾ ആ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പാക്കണമെങ്കിൽ അവർ പഠിച്ച ജോലി, അവർക്ക് ചെയ്യാൻ അറിയുന്ന ജോലിയിൽ അവരെ അപ്പോയിൻറ്റ് ചെയ്യണം. അതിനനുസരിച്ചുള്ള സാലറി, വേജസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇൻസെൻറ്റീവ്സ് കൊടുക്കണം. ചിലപ്പോൾ മോണിറ്ററി, നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാം. സോ ദീസ് ആർ ദ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. Then next we can see about the functions of human resource management. എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് നോക്കാം. നമ്മൾ ആ ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ട്. എഡ്വിൻ ബി ഫ്ലിപ്പോയുടെ ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൻ്റെ ഡെഫിനേഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഫങ്ഷൻസിലുള്ളത്. ഇപ്പോൾ ഫങ്ഷൻസ് മെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മാനേജീരിയൽ ഫങ്ഷൻ എന്നും ഓപ്പറേറ്റീവ് ഫങ്ഷൻ എന്നും. സോ ഫസ്റ്റ് വി ക്യാൻ സി മാനേജീരിയൽ ഫങ്ഷൻസ്. മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ്. അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്. ഇതാണ് ഇവിടുത്തെ മാനേജീരിയൽ ഫങ്ഷൻസ്. സോ ഫസ്റ്റ് വി ക്യാൻ സി പ്ലാനിങ്. പ്ലാനിങ് നമുക്കറിയാം ഇറ്റ്സ് ദ ബ്ലൂ പ്രിൻറ്റ് ഓഫ് ദ തിങ്സ് ദാറ്റ് വി വാണ്ട് ടു പെർഫോം ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിച്ച് അതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്ത ഒരു ബ്ലൂ പ്രിൻറ്റിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ പ്ലാനിങ് ഓർഗനൈസേഷൻ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ് പ്ലാനിങ് എങ്കിൽ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഹൗ മെനി പേഴ്സൺസ് ആർ റിക്വയർഡ് ഫോർ പെർഫോമിങ് വേരിയസ് ജോബ് എന്ന് തീരുമാനിക്കുന്നതാണ് പ്ലാനിങ്. എത്ര പേരാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ
ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ആവശ്യം. അതിനെയാണ് ഇവിടെ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പ്ലാനിങ്ങിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ പ്ലാനിങ്ങിൽ ഹ്യൂമൻ റിസോഴ്സിന്റെ എത്ര ഹ്യൂമൻ റിസോഴ്സിനെയാണ് ആവശ്യമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ്, ഡിസൈഡിങ് ദ സോഴ്സ് ഓഫ് പ്രൊക്യൂർമെന്റ്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് നീഡ് എത്രയാണെന്ന് കണ്ടെത്തുകയാണ്. രണ്ടാമത് സോഴ്സ് ഓഫ് പ്രൊക്യൂർമെന്റ്, ഏത് സോഴ്സിൽ നിന്നാണ് ഇവരെ കണ്ടെത്തേണ്ടത്. ദെൻ ട്രെയിനിങ്, ഇവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇനി ഇവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ടെക്നിക്സ് എന്താണ്, അതൊക്കെയാണ് നമ്മൾ ഈ പ്ലാനിങ്ങിലൂടെ നടപ്പാക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓർഗനൈസിങ്. സെക്കൻഡ് വൺ ഓർഗനൈസിങ് ആണ്. അപ്പോൾ നമ്മൾ എംപ്ലോയീസ് ആരൊക്കെയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ആരൊക്കെ ഏതൊക്കെ ജോബ് ആണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടാസ്ക് ആണ്, ഏതൊക്കെ വർക്കാണ് ചെയ്യേണ്ടതെന്ന് അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഫിക്സ് ചെയ്ത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഡയറക്റ്റിംഗ് ആണ്. അപ്പം നമ്മുടെ ഓർഗനൈസേഷന് പല ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണോ അതൊക്കെ നേടിയെടുക്കാനായിട്ട് എംപ്ലോയീസിനെ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യാം. അപ്പം അതിനകത്ത് അവരുടെ ഓരോ എഫേർട്ട്, എംപ്ലോയിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് നേടുന്നതിന് വേണ്ടി ആയിരിക്കണം. അപ്പോൾ ആ എഫേർട്ട് അതിലേക്ക് ഡയറക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഡയറക്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് കോർഡിനേഷൻ. കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ്റെ എല്ലാ ആക്ടിവിറ്റീസും, എൻ്റയർ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യപ്പെടണം. എന്നാലാണ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും തമ്മിൽ ഒരു കോർഡിനേഷൻ, ഒരു ഇൻ്റഗ്രേഷൻ, അതാണ് കോർഡിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കൺട്രോളിങ്. കൺട്രോളിങ് എന്ന് പറയുന്നത് വി ആർ പ്ലാൻ സർട്ടൻ തിങ്സ്. പ്ലാനിങ്ങിൽ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എത്ര പേര് വേണം, എങ്ങനെ വേണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് എന്ത് ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ് നേടണ്ടേ എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടോ ഓർഗനൈസേഷന്. അതൊക്കെ നേടിയോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അപ്പോയിന്റ് ചെയ്തു, ഒരു 50% അപ്പോയിന്റ് ചെയ്തു, അതിലൂടെ നമ്മൾ ഇത്ര സെയിൽസ് അല്ലെ ഇത്ര പ്രോഫിറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും സെയിൽസ് അറ്റൈൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത്രയും പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പറ്റാത്തത്, അതിനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നോക്കുന്നതാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. സോ ഓൾ ദീസ് ആർ ദ മാനേജറിയൽ ഫങ്ഷൻസ്. ദെൻ നെക്സ്റ്റ് വി ക്യാൻ സീ അബൌട്ട് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്. ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക്. അപ്പോൾ ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻ്റെ വേരിയസ് ഓപ്പറേഷൻസുമായിട്ട്, ഓരോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഫസ്റ്റ് വൺ ഈസ് പ്രൊക്യൂർമെൻറ്റ്. പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത് എംപ്ലോയീസിനെ കണ്ടെത്തുന്ന പ്രോസസ്സാണ് പ്രൊക്യൂർമെൻറ്റ്. അപ്പോൾ റൈറ്റ് പേഴ്സണെ റൈറ്റ് പ്ലേസിൽ, റൈറ്റ് ജോബിൽ, റൈറ്റ് ടൈമിൽ അപ്പോയിന്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആ റൈറ്റ് പേഴ്സണെ കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയാം. അപ്പോൾ അതാണ് ഫസ്റ്റ് ഓപ്പറേറ്റീവ് ഫങ്ഷൻ. Second one is training and development. After procuring an employee for the organization, next we want to give training to that employee. So through training, the employee can attain development also. അപ്പോൾ നമുക്ക് എംപ്ലോയീസിനെ കണ്ടെത്തി അവർക്ക് ട്രെയിനിങ് കൊടുത്തു, അവരുടെ ഡെവലപ്മെൻറ്റിലേക്ക്, അതായത് ആ ജോബ് നല്ല സ്കില്ലും നോളജൊക്കെ ഇൻക്രീസ് ചെയ്തു, അത് നന്നായിട്ട് ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോമ്പൻസേഷൻ. അപ്പോൾ എംപ്ലോയീസിനെ സെലക്ട് ചെയ്ത് വെച്ചാൽ പോരാ, അവർക്ക് പേയ്മെൻറ്റ് വേണം. സോ ഇറ്റ് ഈസ് ഓൾസോ ടു ബി ഫിക്സ്ഡ് ബൈ ദ HR ഡിപ്പാർട്ട്മെൻറ്റ്. സോ കോമ്പൻസേഷൻ. ദെൻ കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ മേ ബി മോണിറ്ററി, ഡെഫിനറ്റ് ആയിട്ട് മോണിറ്ററി ഉണ്ടാവും, പിന്നെ നോൺ മോണിറ്ററി ഉണ്ട്. അതായത് ചിലപ്പോൾ നന്നായിട്ട് ചെയ്താൽ ഒരു വേർഡ് ഓഫ് അപ്രീസിയേഷൻ ഒക്കെ ആയിരിക്കും നോൺ മോണിറ്ററി ആയിട്ട് ഉണ്ടാവുക. അതും എംപ്ലോയീസിൻ്റെ മൊറൈൽ ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പൻസേഷൻ മോണിറ്ററി, നോൺ മോണിറ്ററിയും രണ്ട് രീതിയിലും ഉണ്ട്. ദെൻ ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷന് അവരുടേതായിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ട്. നമ്മൾ ആ ഡെഫിനേഷനിൽ പറയുന്നുണ്ട്, ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ ആൻഡ് സൊസൈറ്റിയിൽ ഒബ്ജക്റ്റീവ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ്, അക്കംപ്ലിഷ്ഡ് എന്ന്. അപ്പോൾ അതിനകത്ത് ഒരു എംപ്ലോയിൻ്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യണം, അയാൾക്ക് കൃത്യമായ സാലറിയും ഇൻസെൻറ്റീവ്സ് ഒക്കെ കിട്ടണം. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്ത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് നേടണം. അപ്പോൾ അത് തമ്മിലൊരു ഇൻ്റഗ്രേഷൻ, സെയിൽസ് ഇൻക്രീസ് ചെയ്ത് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഒരു ഇൻഡിവിജ്വലിന് ഇൻസെൻറ്റീവ്സും അതേപോലെ തന്നെ സാലറിയൊക്കെ കൂടുതൽ കിട്ടുക. അപ്പോൾ ആ ഒരു ഇൻ്റഗ്രേഷൻ അവിടെ ഉണ്ടാവണം. എംപ്ലോയീസിന് എപ്പോഴും ഓർഗനൈസേഷനോട് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്, എൻ്റെ ഓർഗനൈസേഷനാണ് ഇതിലൂടെയാണ് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ അതുകൊണ്ട് ഈ ഓർഗനൈസേഷൻ ബെറ്റർ ആവേണ്ട എൻ്റെ ആവശ്യമാണെന്നുള്ളൊരു തോന്നൽ എംപ്ലോയിക്കും ഉണ്ടാവണം. ദ നെക്സ്റ്റ് വൺ ഈസ് മെയിൻ്റനൻസ്. മെയിൻ്റനൻസ് എന്ന് പറയുന്നത് എംപ്ലോയി വർക്ക് ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ കണ്ടീഷനാണ്.
അപ്പോൾ അവിടെ നന്നായിട്ട് നല്ല രീതിയിലൊരു സിറ്റുവേഷനിലാണെങ്കിൽ അയാൾക്ക് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ളൊരു എന്താ പറയുക സിറ്റുവേഷൻ, വെൽഫെയർ സിറ്റുവേഷൻ അയാൾക്ക് അവൈലബിൾ ആയിരിക്കണം. ക്യാൻറ്റീൻ ഉണ്ടാവണം, ഇടയ്ക്ക് റിക്രിയേഷൻ, പിന്നെ എന്താ പറയുക സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉണ്ടാവണം. അപ്പോൾ സേഫ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ വർക്ക് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവണം. അപ്പോൾ അതിനുള്ള മെയിൻ്റനൻസ് കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. ദെൻ വെൽഫെയർ ആക്ടിവിറ്റീസ് ആണ് നെക്സ്റ്റ് വൺ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വെൽഫെയർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അവർക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ ആവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ്, പിന്നെ റിക്രിയേഷൻ, അതിനുവേണ്ടി റെസ്റ്റോറൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻറ്റീൻ ഫെസിലിറ്റീസോ, കഫ്റ്റീരിയ, റെസ്റ്റ് റൂം, അല്ലെങ്കിൽ ഇനി ചില എംപ്ലോയീസിന് കൗൺസിലിംഗ് ഒക്കെ ആവശ്യമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കൗൺസിലിംഗ് സെറ്റപ്പുകളൊക്കെ ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ, പിന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതാണ് വെൽഫെയർ ആക്ടിവിറ്റീസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പേഴ്സണൽ റെക്കോർഡ്സ്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയി റെക്കോർഡ്സ് ആണ്. ഇപ്പോൾ ഇവിടെ ഓരോ ഓർഗനൈസേഷനിലേക്ക് പുതിയൊരു എംപ്ലോയെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ തുടങ്ങി അയാൾ റിട്ടയർ ചെയ്യുമ്പോൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഒരു എംപ്ലോയെ കുറിച്ചുള്ളത് പേഴ്സണൽ റെക്കോർഡിൽ ഉണ്ടാവണം. അയാൾ എപ്പോൾ അപ്പോയിൻറ്റ് ചെയ്തു, എന്തൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ എന്തൊക്കെയാണ് അയാൾ അച്ചീവ് ചെയ്തത്, അയാൾക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടോ, ട്രാൻസ്ഫർ കിട്ടിയോ, സോ ഓൾ ദ ഡീറ്റെയിൽസ് ഷുഡ് ബി ദർ ഇൻ ദ പേഴ്സണൽ റെക്കോർഡ്സ്. ദ നെക്സ്റ്റ് വൺ പറയുന്നത് പ്രൊമോഷൻ, ട്രാൻസ്ഫർ ആൻഡ് ടെർമിനേഷൻ ആണ്. പിന്നെ എംപ്ലോയിക്ക് അയാളുടെ സർവീസിനനുസരിച്ച് അയാൾ എത്രമാത്രം എക്സ്പേർട്ടോ എക്സ്പീരിയൻസ് ഉണ്ട് അതിനൊക്കെ അനുസരിച്ച് അയാൾക്ക് പ്രൊമോഷൻ, ട്രാൻസ്ഫറും, ഇനി ഓർഗനൈസേഷന് വിട്ടുപോകുമ്പോൾ ടെർമിനേഷനൊക്കെ കൊടുക്കും. ഇതൊക്കെ ഇതിൻ്റെ ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ആണ്. ദ നെക്സ്റ്റ് വൺ ഈസ് നെഗോഷിയേഷൻ വിത്ത് ട്രേഡ് യൂണിയൻ. ഇനി എപ്പോഴും ഇവർ എന്താ പറയുക ഓർഗനൈസേഷനും ട്രേഡ് യൂണിയനും തമ്മിൽ നല്ലൊരു റിലേഷനിൽ ആയിരിക്കണം. അതാണ് പറഞ്ഞു വെക്കുക. ദ നെക്സ്റ്റ് മിസ്ലേനിയസ് ഫംഗ്ഷൻ പറയുന്നുണ്ട്. മിസ്ലേനിയസ് ഫംഗ്ഷനിൽ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേറ്റീവ് സിസ്റ്റം ഉണ്ടാവണം അവിടെ. അതായത് എംപ്ലോയിയും എംപ്ലോയറും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിനെ കുറിച്ച് റിസർച്ച്, സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യണം. അതായത് എംപ്ലോയീസിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അവരെ കൊണ്ട് എങ്ങനെ മാക്സിമം അവരെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അങ്ങനെ പല കാര്യങ്ങൾ അവരെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്ത് വർക്ക് ചെയ്യിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചൊക്കെ ഒരു റിസർച്ച് സ്റ്റഡീസ് ഇടയ്ക്ക് കണ്ടക്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ അപ്രൈസൽ സിസ്റ്റം, ഇവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി അപ്രൈസൽ സിസ്റ്റം എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ളതൊക്കെയാണ് മിസ്ലേനിയസ് ഫംഗ്ഷനിൽ പറയുന്നത്. സോ ഓൾ ദീസ് ആർ ദ ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ്. അപ്പോൾ ഫംഗ്ഷൻസിൽ മാനേജീരിയൽ ഫംഗ്ഷൻസ് ആൻഡ് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ, ഇതൊക്കെ എക്സാമിന് വരാൻ ചാൻസ് കൂടുതലുള്ള ഒരു ഏരിയ ആണ്. The next we can say about role of human resource manager. Human resource managerന്റെ റോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് റോൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, അപ്പോൾ ഈ ടെക്സ്റ്റ് പ്രകാരമാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് റോൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജറിൽ ഫസ്റ്റ് വൺ ആസ് എ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത് ചില വലിയ ഓർഗനൈസേഷനിലാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ ഒരു മാനേജറൊക്കെ ഉണ്ടാവുക. ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ എല്ലാം കൂടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ മാനേജ് ചെയ്യുന്ന ഒരു മാനേജറായിരിക്കും. പക്ഷേ വലിയ സ്ഥാപനങ്ങളിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, അതിന് മാനേജറും ഉണ്ടാവും. അപ്പോൾ അയാൾ എന്തൊക്കെ റോളാണ് പ്ലേ ചെയ്യുന്നതെന്ന് നോക്കാം. അയാൾ ആസ് എ സ്പെഷ്യലിസ്റ്റ് ആണ് ആദ്യം പറയുന്നത്. സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ, ഹ്യൂമൻ റിസോഴ്സിനെ സംബന്ധിക്കുന്ന പോളിസീസും പ്രിൻസിപ്പിൾസും കാര്യങ്ങളെല്ലാം അറിയുന്ന, അവരെ എങ്ങനെ സെലക്ട് ചെയ്യണം, അവരെയൊക്കെ ട്രെയിനിങ് എങ്ങനെ കൊടുക്കണം, പ്ലേസ്മെൻറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളെയും കുറിച്ചും അറിയുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. സെക്കൻഡ് വൺ പറയുന്നത് ആസ് ആൻ ഇൻഫോർമേഷൻ സോഴ്സ്. അപ്പോൾ ഇതിനകത്ത് ആസ് ആൻ ഇൻഫോർമേഷൻ സോഴ്സ് എന്ന് പറയുമ്പോൾ ഏത് കാര്യത്തെക്കുറിച്ചും എംപ്ലോയി റിലേറ്റഡ് ആയിട്ട് ചോദിച്ചാൽ അറിയാൻ പറ്റണം. ഏത് ഏജ് വരെയുള്ള ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ചെറിയ കുട്ടികളൊന്നും അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല, ജോലിക്ക് എടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു ഇൻഫോർമേഷൻ സോഴ്സ്, എംപ്ലോയി റിലേറ്റഡ് ആയിട്ട് എല്ലാ കാര്യം ചോദിച്ചാലും അയാൾക്ക് അറിയുണ്ടാവണം. ദെൻ പേഴ്സണൽ റെക്കോർഡ് കീപ്പർ, അതായത് എംപ്ലോയീസിൻ്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളായിരിക്കണം മാനേജർ എന്ന് പറയുന്നത്. അയാളെ എപ്പോൾ ജോയിൻ ചെയ്തു, അയാളുടെ സാലറി എത്രയാണ്, അയാൾക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടോ, ഏത് എംപ്ലോയിയെ കുറിച്ച് ചോദിച്ചാൽ അത് മാനേജർ അറിഞ്ഞിരിക്കണം. ദെൻ ആക്ട് ആസ് ആൻ ഇന്നോവേറ്റർ, ഹ്യൂമൻ റിസോഴ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് കണ്ടെത്തുന്ന ആളായിരിക്കണം ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. ദെൻ ആസ് എ കൺട്രോളർ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ കാര്യങ്ങളും നടപ്പാക്കുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. ദെൻ ആസ് എ ലെയ്സൺ ഓഫീസർ, ലെയ്സൺ ഓഫീസർ എന്ന് പറഞ്ഞാൽ കണക്ഷൻ, അതായത് നമ്മുടെ പല ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, അതിൽ പല ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാവരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. അതുകൊണ്ടാണ് ആസ് എ ലെയ്സൺ ഓഫീസർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആസ് എ ഗാർഡിയൻ,
എംപ്ലോയീസിനെ ടേക്ക് കെയർ ചെയ്യേണ്ട ആളാണ്. അതായത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ഹെൽത്ത്, അവരുടെ വെൽഫെയർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യേണ്ട ആളായതുകൊണ്ട് അയാളെ ഗാർഡിയൻ ആയിട്ടാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ആസ് എ ട്രബിൾ ഷൂട്ടർ. ഓർഗനൈസേഷനിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരുവാണെങ്കിൽ ആ പ്രോബ്ലത്തെ എന്താ പറയുക, ഇല്ലായ്മ ചെയ്യേണ്ട, നമ്മളതിനെ ഷൂട്ട് ചെയ്താൽ പിന്നെ അതില്ല. അപ്പോൾ അതേപോലെ അങ്ങനെ പ്രശ്നങ്ങൾ ഇല്ലാതെ ആക്കുന്ന ഒരു വ്യക്തിയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത്. അതാണ് ആസ് എ ട്രബിൾ ഷൂട്ടർ. സോ ഓൾ ദീസ് ആർ ദ റോൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. Then next it says about the powers and responsibilities of human resource manager. Powers and responsibilities നോക്കാം. അപ്പോൾ ഇതും ഈ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ പറയുന്ന പോയിന്റ്സ്. നോക്കാം. പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജറിൽ ഫസ്റ്റ് വൺ, എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ ആ ഒരു പവർ ഉണ്ട്, അതേപോലെ തന്നെ അയാൾക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട് നോക്കാം. ഫസ്റ്റ്, ഫോർമുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ പോളിസിയാണ്. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയി, ഇവിടെ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയി എന്നുള്ള മീനിങ് ആണ്, NNEL ആണ്. അപ്പോൾ എംപ്ലോയിയെ സംബന്ധിച്ച് എന്തൊക്കെ പോളിസികളാണ് അവർ ഫോം ചെയ്യുന്നത്, അത് ഫോം ചെയ്യേണ്ട ഉത്തരവാദിത്തം മാനേജർക്കാണുള്ളത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്കാണുള്ളത്. അതായത് എങ്ങനെയുള്ള ആൾക്കാരെ വേണേൽ ഓർഗനൈസേഷനിൽ എടുക്കാനായിട്ട്, എപ്പോൾ വേണം ഒരാൾക്ക് പ്രൊമോഷൻ കൊടുക്കാനായിട്ട്, എങ്ങനെയാണ് ട്രാൻസ്ഫർ കൊടുക്കേണ്ടത്, ഇതിനൊക്കെ കൃത്യമായൊരു പോളിസി ഓർഗനൈസേഷനിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ആൾക്ക് ഞാൻ പ്രൊമോഷൻ കൊടുത്തു, എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്ക് ഞാൻ ഡിമോഷൻ കൊടുത്തു, ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കൃത്യമായൊരു പോളിസി, എല്ലാവർക്കും ഒരേപോലെയുള്ള പോളിസി വേണം ഓർഗനൈസേഷനിൽ. ആ പോളിസി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉള്ള പവർ, അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്കാണ്. ദെൻ എംപ്ലോയീസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക, അവരുടെ ഡെവലപ്മെന്റ് ഉറപ്പാക്കുക, ഇതൊക്കെ ഇയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ട്രാൻസ്ഫർ, പ്രൊമോഷൻ എക്സെട്ര. എംപ്ലോയീസിന് ട്രാൻസ്ഫർ കൊടുക്കാനും പ്രൊമോഷൻ കൊടുക്കാനും ഒക്കെ റെസ്പോൺസിബിലിറ്റിയും പവറും ഉള്ളത് HR മാനേജർക്കാണ്. പിന്നെ ഇവരുടെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതുണ്ട്. പിന്നെ ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, എംപ്ലോയീസുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം മാനേജർ. അതേപോലെ തന്നെ ഇയാളൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. എന്ത് കാര്യം എംപ്ലോയീസിനോട് ഇൻസ്ട്രക്ട് ചെയ്യാനും അവർ പറയുന്നത് കേൾക്കാനും ഒക്കെ തയ്യാറാണ്. അപ്പോൾ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. ദെൻ അഡ്വൈസർ ടു ലൈൻ മാനേജർ. ഒരേപോലെ ഒരേ ലെവലിലുള്ള മാനേജേഴ്സാണ് ലൈൻ മാനേജേഴ്സ്. അപ്പം ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, അതേപോലെ തന്നെ സെയിൽസ് മാനേജർ, പർച്ചേസ് മാനേജർ, അങ്ങനെ ഡിഫറെൻറ്റ് മാനേജേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരേ ലെവലിലുള്ള ഇവരൊക്കെ ലൈൻ മാനേജേഴ്സാണ്. അപ്പോൾ മറ്റ് മാനേജേഴ്സിനെ അഡ്വൈസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും പവറും HR മാനേജർക്കുണ്ട്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ആരുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ മാനേജർ മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യുന്നത്. ദെൻ കംപ്ലൈ വിത്ത് ലോസ്. എല്ലാ നിയമങ്ങളും അറിയുന്ന വ്യക്തിയായിരിക്കണം. എന്ത് സംബന്ധിച്ച നിയമങ്ങളാ? ജോലിക്കാരെ സംബന്ധിച്ച്, എംപ്ലോയിനെ സംബന്ധിച്ചുള്ള നിയമങ്ങളെല്ലാം അറിയണം. പിന്നെ വെൽഫെയർ ആക്ടിവിറ്റീസ്, അതായത് ഇവരെല്ലാം വർക്ക് ചെയ്യുന്നത് നല്ലൊരു സിറ്റുവേഷനിലാണ്, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഹെൽത്തി അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉള്ളത് എന്ന് ഉറപ്പാക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പിന്നെ എംപ്ലോയീസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവിങ് ദ പ്രോബ്ലംസ് ഓഫ് എംപ്ലോയീസ്. പല രീതിയിലുള്ള എംപ്ലോയീസ് ആണ് നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുക. അപ്പോൾ അവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഗ്രീവിയൻസുകൾ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി അത് പരിഹരിക്കുക എന്നുള്ളതും മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഓൾ ദീസ് ആർ ദ powers and responsibility of human resource manager. Then there are certain limitations of HR manager. എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി ഇവിടെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്, എപ്പോഴും ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർ മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യുന്ന, ഒരു ഉപദേശിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നു. അപ്പോൾ അത് എല്ലാവർക്കും അഡ്വൈസ് അത്ര ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ അതൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നു. പിന്നെ എംപ്ലോയിനെയും എംപ്ലോയറിനെയും കണക്ട് ചെയ്യുന്ന ഒരു മിഡിൽ മാൻ മാത്രമാണ് HR മാനേജർ. അത് പിന്നെ ഒരു ലിമിറ്റേഷനാണ്. പിന്നെ വലിയ സ്ഥാപനങ്ങളിൽ മാത്രമേ HR മാനേജർ ഉള്ളൂ, ചെറിയ സ്ഥാപനങ്ങളിലൊന്നും ഇല്ല. പിന്നെ ലൈൻ മാനേജർ ഞാൻ പറഞ്ഞു, അവരുടെ ഒരേ ലെവലിലുള്ളവരാണ്. അപ്പോൾ അവരെ അഡ്വൈസ് ചെയ്യാൻ പോയാൽ അവർക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. The next topic is says about qualities of a human resource manager. ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടതെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് സെൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇതിനകത്ത് ഒരു HR മാനേജർ എപ്പോഴും സൊസൈറ്റിയോട് റെസ്പോൺസിബിൾ ആയിരിക്കണം. ആ ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്ന അവിടുത്തെ സമൂഹത്തോട് റെസ്പോൺസിബിൾ ആയിരിക്കണം. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ജോബ് വന്നു കഴിഞ്ഞാൽ അത് ആ സൊസൈറ്റിയിലുള്ള ഒരാൾ അതിന് ക്വാളിഫൈഡ് ആണെങ്കിൽ അവർക്കത് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അവിടെ ആയിരിക്കുന്ന ആൾക്കാരുടെ എന്താ പറയുക, അവിടെ ജോലി ചെയ്യുന്നവർക്ക് മെഡിക്കൽ ഫെസിലിറ്റീസ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക മുൻകൈ എടുത്ത് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം
ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. ഇതാണ് അയാൾക്ക് ആദ്യം വേണ്ട ഒരു ക്വാളിറ്റി. ദെൻ ലീഡർഷിപ്പ് ആൻഡ് ഓർഗനൈസേഷൻ സ്കില്ല്. ഇനി ഒരു മാനേജർ എപ്പോഴും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം. ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുള്ള ഒരാളായിരിക്കും. ദെൻ എബിലിറ്റി ടു ഡീൽ വിത്ത് പീപ്പിൾ. ഒരു മാനേജർ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ കഴിയുന്ന വ്യക്തിയായിരിക്കണം. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാവരെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അവിടെയുള്ള മറ്റ് ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവണം. പിന്നെ പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി. എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ പരിഹരിച്ച് എല്ലാവരും ഒത്തൊരുമയോടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒരു എന്താ പറയുക എംപ്ലോയിയും എംപ്ലോയറും തമ്മിൽ ഒന്നിച്ച് കൊണ്ടുപോകാനുള്ളൊരു കഴിവുണ്ടാവണം. സബോർഡിനേറ്റ് ആണ് അല്ലെങ്കിൽ സുപ്പീരിയർ അങ്ങനെ ഒരു വേർതിരിവൊന്നും ഇല്ലാതെ ഒക്കെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റണം. ദെൻ ടാക്ട് ആൻഡ് റിസോഴ്സ്ഫുൾനെസ്. നയമുള്ള ഒരാളായിരിക്കണം. ഓരോരുത്തരും പിന്നെ ഓരോ രീതിയിലാണ്. അപ്പോൾ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഒറ്റ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ചിലരോട് വളരെ ശാന്തമായിട്ട് പറയണം, ചിലരോട് ഇച്ചിരി ഹാർഡായിട്ട് പറയണം, ചിലരോട് എന്താ പറയുക വളരെ ഹാപ്പി ആയിട്ട്, അങ്ങനെ ഓരോരുത്തരെയും ഡീൽ ചെയ്യാൻ ഓരോരോ രീതികളാണ്. അപ്പോൾ ആ ഒരു നയം അനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇന്നർ ഏർജ്. ചിലപ്പോൾ നമ്മൾ ഈ ഒരു മാനേജീരിയൽ കപ്പാസിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും, പക്ഷെ ചിലർക്ക് അത് ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു കഴിവ് ഉണ്ട് എങ്കിൽ അത് നല്ലൊരു ക്വാളിറ്റി ആണ്. ദെൻ ഫ്രീ ഫ്രം ബയാസ്. നമ്മൾ ഒരു എംപ്ലോയിക്ക് കൂടുതൽ ആനുകൂല്യം വേറൊരാൾക്ക് കുറവ് അങ്ങനെ എന്താ പറയുക പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാൻ പാടില്ല. എല്ലാവരും ഈക്വലി ആയിട്ട് ഒരേ ലെവലിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരേ ലെവലിൽ അങ്ങനെ ഒരു കൺസിഡറേഷൻ ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്. ദ നെക്സ്റ്റ് സിമ്പതി ആൻഡ് കൺസിഡറേഷൻ. എംപ്ലോയിനോട് സിമ്പത്തറ്റിക് ആയിരിക്കണം, അതേപോലെ തന്നെ അവരെ പരിഗണിക്കുകയും വേണം. അപ്പോൾ ഓരോരുത്തരുടെയും എന്താ പറയുക സിറ്റുവേഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആവശ്യമായുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണം. അതേപോലെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ മുൻകൈ എടുത്ത് അവർക്ക് ആവശ്യ സിമ്പതിയും കൺസിഡറേഷനും ഒക്കെ കൊടുക്കണം. പിന്നെ ആ ഒരു കൊടുക്കാനുള്ള കഴിവ് നമ്മുടെ മാനേജർക്ക് ഉണ്ടാവണം. പിന്നെ ലാസ്റ്റ് അയാൾക്ക് വേണ്ട ക്വാളിറ്റി കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നമ്മൾ പറഞ്ഞു എന്താ പറയുക മറ്റുള്ളവരെ ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊക്കെ ഞാൻ നോക്കി കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും പറ്റണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും പിന്നെ എന്താ പറയുക ക്വാളിറ്റീസ് വേണം. ഇത് കൂടാതെ ഒരു ക്വാളിറ്റിയും കൂടെ വേണം. അതാണ് 10th ലാസ്റ്റ് ക്വാളിറ്റി പറഞ്ഞു വെക്കുന്നത്. അതായത് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്. ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി. പേഴ്സണാലിറ്റി ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് 10ാമത്തത്. അതിനകത്ത് ഫ്ലുവൻസി ഇൻ സ്പീച്ച്. ഇപ്പം നമ്മൾ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പിന്നെ ഇങ്ങനെ അങ്ങനെ നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലുവൻസി ഇല്ല. കേൾക്കുന്നവരപ്പോൾ എന്താണ് ഈ പറയുന്നത് എന്ന് പെട്ടെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നല്ലൊരു മാനേജർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാനും ചെയ്യിക്കാനൊക്കെ ഉള്ളൊരു കഴിവാണ്. അപ്പോൾ ഫ്ലുവൻസി ഇൻ സ്പീച്ച് ആവശ്യമാണ്. പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ. എപ്പോഴും പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷനോട് കൂടെ കാര്യങ്ങൾ പറയാനും ചെയ്യാനുള്ള മാനേജറുടെ മുഖം എപ്പോഴും ഒരു എന്താ പറയുക പ്ലസൻ്റ് ആയിട്ടിരിക്കണം. പിന്നെ കർട്സി, അതായത് അവരോട് ഹ്യൂമൻ ആണ് എന്നുള്ള ആ ഒരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ അവരോട് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ദെൻ അടുത്ത് പറയുന്നത് പേഴ്സണൽ ഡിഗ്നിറ്റി. അവരുടെ ഓരോ എംപ്ലോയീസിൻ്റെയും അവരുടേതായിട്ടുള്ള വ്യക്തിത്വം കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ അവരോട് പെരുമാറാൻ. അപ്പോൾ ആ ഒരു ഡിഗ്നിറ്റി നമുക്കും അവർക്കും കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. പിന്നെ ഫോർസൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി കാര്യങ്ങൾ എന്തൊക്കെയാണോ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല വശം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ചീത്ത എന്താണ്, പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കണം. പിന്നെ പ്രൊഫഷണൽ നോളജ്. ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. ദെൻ നോളജ് ഓഫ് ലേബർ ആൻഡ് അതർ ടേംസ്. അപ്പോൾ എന്താ പറയുക തൊഴിലാളികളെ സംബന്ധിച്ച് എംപ്ലോയിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ആണ്. ഒരാൾ ഒരു HR മാനേജർ ആണെങ്കിൽ അയാൾ MBA പഠിച്ച ആളായിരിക്കണം. അതിനകത്ത് HR മാനേജർ എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത MBA കഴിഞ്ഞ ആളായിരിക്കണം നമ്മുടെ HR മാനേജർ. ഇതാണ് അക്കാദമിക് ക്വാളിഫിക്കേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്.